ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നത് എപ്പോക്സി വുഡൻ ഡോറിൽ എങ്ങനെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി ഡോറ് CNCയിൽ ഗ്രൂവ് പൊഴിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗ്രൂവ് എല്ലാം കൂടെ നമ്മൾ അതിൻ്റെ അകത്ത് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി വാക്യൂം ക്ലീനറും ആദ്യം ചെറുതായിട്ടൊന്ന് നമ്മൾ ഓസിലേറ്റിംഗ് ടൂൾ വെച്ചിട്ടൊന്ന് സാൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആ സാൻഡ് ചെയ്ത പൊടിയൊക്കെ ഇതിൻ്റെ അകത്ത് വീണിട്ടുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ വാക്യൂം ഇട്ടിട്ട് ഒന്ന് പിടിച്ചു. അടുത്തത് നമ്മൾ എപ്പോക്സി റെസിൻ മിക്സ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് അത്യാവശ്യമായിട്ട് വേണ്ടത് എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇടത്ത് നിന്ന് വലത്തോട്ട് ആദ്യം ഒരു ഹീറ്റ് ഗൺ, പിന്നെ ഡ്രില്ലിംഗ് മെഷീൻ, അതിൻ്റെ അകത്ത് ഒരു മിക്സിങ് അറ്റാച്ച്മെൻ്റ് ഉണ്ട്, പിന്നെ കാണുന്നതാണ് നമ്മുടെ എപ്പോക്സി റെസിൻ, അത് കഴിഞ്ഞിട്ടുള്ളത് ഹാർഡനർ, അത് കഴിഞ്ഞിട്ട് ചെറിയ ബോട്ടിൽസിൽ കാണുന്ന അതെല്ലാം പിഗ്മെൻറ്റ്സ് ആണ്. പല പല കളേഴ്സ്, നമുക്ക് വേറെ കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഈ പിഗ്മെൻറ്റ്സ് ആഡ് ചെയ്താൽ മതി, നമുക്ക് പല പല കളേഴ്സ് കിട്ടും. പിന്നെ ഏറ്റവും റൈറ്റിൽ കാണുന്നതാണ് നമ്മുടെ ബ്ലോ ടോർച്ച്, ഫ്ലെയിം ടോർച്ചാണത്. അത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ്. നമ്മൾ എപ്പോക്സി റെസിൻ മിക്സ് ചെയ്ത് അല്ലെങ്കിൽ പോർ ചെയ്ത് കഴിഞ്ഞിട്ട് വേണ്ട ഒരു സാധനമാണത്. അപ്പോൾ നമ്മൾ എപ്പോക്സി മിക്സ് ചെയ്യാൻ പോവാണ്. ഞാൻ മേടിച്ച ടൈപ്പ് ഓഫ് റെസിൻ അത് 2:1 ആണ്. അതായത് 2 പോർഷൻ ഹാർഡനറും 1 പോർഷൻ റെസിനും, ഇത് രണ്ടും കൂടെയാണ് മിക്സ് ചെയ്യേണ്ടത്. അപ്പം മിക്സിങ് റേഷ്യോ നമ്മൾ മേടിക്കുന്ന റെസിൻ്റെ എന്താണെന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി. ഇല്ലെങ്കിൽ അവർ പറയുന്ന റേഷ്യോയിൽ നമ്മൾ ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ റിസൾട്ട് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഹാർഡനർ ഒഴിച്ചു കഴിഞ്ഞ് റെസിൻ ഒഴിക്കാൻ പോവാണ്. അപ്പം നമ്മൾ നേരത്തെ ഉപയോഗിച്ചതിൻ്റെ ഹാർഡനറിൻ്റെ പകുതി വോളിയമാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് റെസിനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ 2:1 റേഷ്യോ ആയതുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ 3:1 ആണെങ്കിൽ 3-1 ഒഴിക്കേണ്ടി വരും. അപ്പോൾ ഏതാണ് മാനുഫാക്ചർ റെക്കമെൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ഇതിൻ്റെ അകത്ത് നോക്കിയിട്ട് ഒഴിക്കേണ്ടതാണ്. നമ്മൾ റെസിന് ഹാർഡനറും കണ്ടെയ്നറിൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനാണ് നമ്മൾ ഡ്രില്ലിംഗ് മെഷീൻ വിത്ത് മിക്സിങ് അറ്റാച്ച്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയെങ്കിലേ നമുക്ക് ആ പ്രോപ്പർ റിസൾട്ട് കിട്ടുള്ളൂ. നമ്മുടെ മിക്സിങ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ പിഗ്മെൻറ്റ് ഈ റെസിൻ ഹാർഡനർ കോമ്പൗണ്ടിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് നമുക്ക് ആവശ്യമുള്ള കളറിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് പിഗ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൂടെ പ്രോപ്പറായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അങ്ങനെ നമ്മൾ മിക്സിംഗ് ഒക്കെ പ്രോപ്പറായിട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ ഗ്രൂവിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുമായിരുന്നു. പക്ഷേ ഇതിലാണ് ഞാൻ ചെയ്തതിൽ കുറേ തെറ്റുകൾ സംഭവിച്ചത്. നമ്മൾ ഒഴിക്കുമ്പം അത് ആക്ച്വലി ഈ ഗ്രൂവിൻ്റെ അകത്തോട്ട് നമ്മൾ ഒഴിക്കുന്നതിന് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സംവിധാനം ഞാൻ ആദ്യം ചെയ്തില്ല. അതിൻ്റെ പ്രശ്നം പിന്നീട് ഞാൻ ശരിക്കും കഷ്ടപ്പെടേണ്ടതായി വന്നു. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നമ്മളത് പ്രോപ്പറായിട്ട് ഒഴിക്കാത്തതുകൊണ്ട് അത് മൊത്തം അവിടെ സ്പ്രെഡ് ആവുകയും ഈ എപ്പോക്സി പിന്നെ അവിടെ സെറ്റായി കഴിഞ്ഞ് പിന്നെ നമ്മളത് സാൻഡ് ചെയ്യാൻ വേണ്ടി വളരെയധികം എഫേർട്ട് എടുക്കേണ്ടി വരികയും ചെയ്തു. അപ്പോൾ അത് നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ടായ വലിയൊരു തെറ്റാണ്. ഇതിൻ്റെ അകത്ത് സിമ്പിളായിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഈ ഓയിൽ ചെയ്യാൻ വേണ്ടി ചെറിയ ബോട്ടിൽ കിട്ടും, ഒരു നോസിലുള്ള ബോട്ടിൽ. അത് വെച്ചിട്ടാണെങ്കിൽ പിന്നീട് എല്ലാം കഴിഞ്ഞ് 2-3 പ്രാവശ്യം ചെയ്ത് അത് കുളവാക്കി കഴിഞ്ഞിട്ട് നമ്മളത് പിന്നെ ആ ഒരു മെത്തേഡിലോട്ട് പോയി. പക്ഷേ അതാദ്യമേ ചെയ്തിരുന്നെങ്കിൽ കുറേ മെറ്റീരിയലും ഒരു 10-20 മണിക്കൂറിൻ്റെ ഈ സാൻഡിങ് വർക്കും നമുക്ക് ഒഴിവാക്കാമായിരുന്നു. അപ്പം അത് എൻ്റെ സൈഡിൽ നിന്ന് വലിയൊരു പാളിച്ചയായിട്ട് എനിക്ക് തോന്നി. നമ്മുടെ എപ്പോക്സി ഇപ്പം ഡ്രൈ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ഇങ്ങനെ മൊത്തത്തിൽ സ്പ്രെഡായി കുളമായി നിൽക്കുകയാണ്. അപ്പം അത് പിന്നെ സാൻഡ് ചെയ്ത് ക്ലിയർ ചെയ്യേണ്ട അവസ്ഥ വന്നു. അങ്ങനെ സാൻഡിങ്ങിലോട്ട് നമ്മൾ പോയി. നമ്മൾ ഡിവാൾട്ടിൻ്റെ കോഡ്ലെസ് സാൻഡറാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പം അത് വളരെ നല്ലൊരു മെഷീനായിരുന്നു കേട്ടോ, അത് സാൻഡ് ചെയ്യാൻ വേണ്ടി. നമുക്ക് ഇടുന്ന സാൻഡിങ് പേപ്പർ അനുസരിച്ച് നല്ല സ്മൂത്തായിട്ട് നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് സാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് സക്ഷനും അതിൻ്റെ അകത്തുള്ള ഈ ഡസ്റ്റ് അക്യുമുലേഷൻ ചെയ്യുന്ന സക്ഷനും
വളരെ നല്ലതായിരുന്നു. സാൻഡ് ഡിസ്ക് മുതലാത്തതുകൊണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ പ്ലേറ്റ് സാൻഡറിൽ സാൻഡ് പേപ്പർ വെച്ചിട്ട് നമ്മുടെ അനീച്ചാലും പിടിക്കാൻ തുടങ്ങി. കാരണം അല്ലെന്നുണ്ടെങ്കിൽ മുതലാവത്തില്ലെന്ന് മനസ്സിലായി നമുക്ക്. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമുക്ക് പറ്റിയ ഒരു പാളിച്ചകളിലൊന്നാണ് ഈ എപ്പോക്സി മിക്സിങ്. രാത്രിയാണ് ഈ ഒരു കളർ, ഗ്രേ കളർ നമ്മൾ മിക്സ് ചെയ്തത്. അപ്പം പറ്റിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മിക്സ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ വലിയൊരു ഘടകമാണ്. അത് നല്ല ചൂടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് സെറ്റാവും. അത് തണുപ്പത്താണെങ്കിൽ ഇതുപോലെ സെറ്റാകാതിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ ചെയ്ത മൊത്തം എപ്പോക്സി റൂട്ടർ വെച്ച് പിന്നെയും ഫുള്ള് റിമൂവ് ചെയ്യേണ്ട വന്നു. അത് അപ്പം ഈ എപ്പോക്സി മിക്സ് ചെയ്യുമ്പോഴുള്ള ടെമ്പറേച്ചർ വളരെയധികം ശ്രദ്ധിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഡാമേജ് ആയിട്ട് നമുക്ക് റീവർക്കിന് കാരണമാവും. അങ്ങനെ നമ്മൾ ഈ ക്യൂർ ആകാത്ത എപ്പോക്സി എല്ലാം നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് രണ്ടാമത് പിന്നെയും പോർ ചെയ്തു. ടെമ്പറേച്ചറൊക്കെ നോക്കിയിട്ട് പ്രോപ്പർ മിക്സിംഗ് ഒക്കെ ആയോ എന്ന് നോക്കിയിട്ട് പിന്നെയും നമ്മൾ എപ്പോക്സി ഇട്ട് ഏകദേശം ഒരു പരുവമായി. പിന്നെ അത് കഴിഞ്ഞ് ഒന്നുകൂടെ ഒന്ന് സാൻഡ് ചെയ്ത് നമുക്ക് ഈ പ്രശ്നങ്ങളുള്ള ഭാഗത്തുള്ളതെല്ലാം റിമൂവ് ചെയ്തു. ഈ കാണുന്ന എല്ലാം അങ്ങനെ രണ്ടാമത് വന്ന് അതെല്ലാം റൂട്ടറിൽ പിടിച്ച് വീണ്ടും നമ്മൾ ചെയ്തിട്ട് ഏകദേശം ഈ ഒരു കണ്ടീഷനായി എല്ലാം സാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ കൂടെ പോളിയൂറിത്തീൻ കോട്ടിങ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സംഭവം സെറ്റായി.